മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. The book of Joshua, chapter 5, verse 14. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? ജോഷുവ ഇസ്രായേൽ ജനത്തിന് നേതാവായ ശേഷമുണ്ടായ സംഭവമാണിത്. മോശ മരിച്ചു കഴിഞ്ഞു. ജനത്തിന് സ്ഥിരതാമസത്തിന് നാട് കിട്ടിയിട്ടില്ല. കനാൻ നാട് പിടിച്ചെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ജോഷുവയുടെ മനസ്സിൽ വലിയ ഭാരമുണ്ടായിരുന്നു. ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോഷുവയെയും ജനത്തെയും സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. തൽഫലമായി ജോഷുവ ധൈര്യം വീണ്ടെടുത്തു. ജോഷുവയെ സഹായിച്ചതുപോലെ ഇക്കാലത്ത് നമ്മയും സഹായിക്കുവാൻ ദൈവദൂതന്മാരുണ്ട്. കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദൂതൻ തന്നെ ധൈര്യപ്പെടുത്തുവാൻ പ്രത്യക്ഷപ്പെട്ടു. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കുവാനും ദൈവദൂതൻ ഇടപെട്ടു. മാനസാന്തരപ്പെടുന്ന പാപിയെപ്പറ്റി സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യേ വളരെ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പല വിധത്തിൽ ദൈവം തന്നെ ദൂതന്മാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ബാലാക് രാജാവിന്റെ വാക്കുകേട്ട് ബിലിയാം തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ദൈവദൂതൻ തടഞ്ഞതുപോലെ നാം തെറ്റുകൾ ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ദൈവദൂതന്മാർ നമ്മെയും തടയും. ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകുവാൻ ജോസഫിനെ ദൈവദൂതൻ ഉപദേശിച്ചതുപോലെ അപകടങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാൻ ദൂതന്മാർ നമ്മയും ഉപദേശിക്കും. ലോത്തിനെ സോദോമിൽ നിന്ന് പിടിച്ചിറക്കിയതുപോലെ ആപത്തിൽ നിന്ന് ദൂതന്മാർ നമ്മയും രക്ഷിക്കും. ആപത്തിനെപ്പറ്റി അബ്രാഹമിന് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ നമുക്കും ദൈവം മുന്നറിയിപ്പ് തരും. ഉയർത്തെഴുന്നേറ്റ ഈശോയെപ്പറ്റി ആ സ്ത്രീകളോട് പറഞ്ഞ ദൂതൻ ആ വാർത്ത ഇന്നും ആവർത്തിക്കുന്നു. അതിൽ നാം അവിടുത്തോട് സഹകരിക്കണം. ദൈവദൂതന്മാർ നമ്മുടെയും സേവകരാണ്. ദൈവം അയക്കുന്ന മാലാഖമാരാണ്. അവരെ സ്വീകരിക്കുക, അവരുടെ പ്രചോദനങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.